ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ കുച്ചു. അങ്ങനെ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ 8 വർഷങ്ങളങ്ങ് കടന്നുപോയി. കുച്ചു ഇങ്ങനെ വളർന്ന് വലുതാകുന്ന കാണുന്നതായിരുന്നു ഈ ഒരു 8 വർഷവും എൻ്റെ പ്രധാന ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ ഒരു ചലഞ്ചെന്നോ എന്ത് വേണമെങ്കിലും പറയാം. സോ ഐ വിഷ് മൈ സൺ എ വെരി ഹാപ്പി ബർത്ത്ഡേ. കുച്ചുവിന് 8 വയസ്സായി കേട്ടോ. കുറച്ചൊരു സാഹിത്യപരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എന്നിലെ അമ്മയ്ക്കും ബിബിനിലെ അച്ഛനും 8 വർഷം തികയുന്ന ഒരു ദിവസമാണെന്ന്. അപ്പം ഞാനും കൊച്ചും കൂടെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ കൊച്ചു നിങ്ങൾ കണ്ട പോലെ കൊച്ചു വീടിനകത്തോട്ട് കയറിപ്പോയി. ഞാനിങ്ങനെ കുറച്ച് നേരം ഇത് ആലോചിച്ചു, വ്ളോഗ് എടുക്കണോ വേണ്ടയോ എന്ന്. കാരണം വ്ളോഗ് എടുക്കാൻ പോയാൽ ചില സമയം നമുക്ക് ഇന്നത്തെ ദിവസം അത്രയ്ക്കങ്ങ് ജീവിക്കാത്ത പോലെ തോന്നും. എല്ലാം ഇങ്ങനെ ഒരു വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഒരു തിരക്കിലാവുമല്ലോ. അപ്പം ഞാൻ ആദ്യം വേണ്ടെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവൻ്റെ എല്ലാ ബർത്ത്ഡേ ഞാൻ വ്ളോഗ് എടുക്കാറുണ്ട്. ഇത് ഒരുപക്ഷെ ഞാൻ എടുക്കുന്ന വ്ളോഗ്സിലൊക്കെ അവനെ ഇച്ചിരിയെങ്കിലും കാണാൻ ഇഷ്ടമുള്ള ഒരു വ്ളോഗ് ചിലപ്പം അവൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ആയിരിക്കാം എന്നെങ്കിലും ഇൻ ഫ്യൂച്ചറിൽ. അപ്പോൾ ഞാൻ ഓർത്തു ഇതൊരു മെമ്മറിക്കായിട്ടാണെങ്കിലും ഈ ഒരു വ്ളോഗ് ഞാൻ എടുക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാനും ബിബിനും കൊച്ചുവും കൂടെ മാത്രം ഉള്ള ഒരു സെലിബ്രേഷനൊക്കെ ചെയ്യുന്നുള്ളൂ. ഇന്ന് ചൊവ്വാഴ്ചയല്ലോ, എല്ലാവർക്കും വർക്കിങ്ങും ഒക്കെ ആയിട്ടുള്ള ദിവസമാണിന്ന്. അപ്പം അവന് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡിൽ അവന് ഏറ്റവും ഇഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. അപ്പം ഞാൻ ഒരു ചിക്കൻ ബിരിയാണി വെക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഞാൻ കൊച്ചുവും കൂടെ പോയിട്ട് കുറച്ച് ബലൂൺസൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് ബലൂൺ ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഞങ്ങൾ ഇന്നലെ അവനുള്ള കേക്ക് നമ്മൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പം ബിബിൻ വൈകിട്ട് വരുമ്പോൾ നമ്മൾ കേക്ക് കട്ട് ചെയ്യും. പിന്നെ ഈവനിങ് ഡിന്നറ് അവനിഷ്ടമുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവൻ ചൂസ് ചെയ്തേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് മാക്ഡൊണാൾഡ്സ് ആണ് കേട്ടോ. മാക്ഡൊണാൾഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ വൺ ഓഫ് ദ ഒട്ടും അങ്ങനെ എക്സ്പെൻസീവ് അല്ലാത്തൊരു സ്ഥലമാണ് മാക്ഡൊണാൾഡ്സ്. അവസാനം ഞാൻ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വേറെ ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റ് സെലക്ട് ചെയ്യുമോ, നിൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞു. അപ്പം പുള്ളി ആലോചിച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങൾക്ക് കൊച്ചിൻ്റെ ബർത്ത്ഡേ വ്ളോഗ് കാണാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ വിത്ത് മീ ഇൻ ദിസ് വ്ളോഗ്. നമുക്ക് ഈ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഞാനും കൊച്ചും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ YMCA ജിമ്മിൽ പോവാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഷോർട്സ് കണ്ടായിരുന്നു. എൻ്റെ മുടി മൊത്തം ഞാൻ ചുരുട്ടി വെച്ച ഷോർട്സ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. ആ ചുരുട്ടി വെക്കൽ കുറച്ച് അന്നത്തെ ഒരു ദിവസം അത് നിൽക്കത്തുള്ളൂ. ആയതുകൊണ്ടോ എല്ലാവരും ഈ മുടി ചുരുട്ടുന്നവർക്കൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എൻ്റെ മുടി കുളിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മുടി നനഞ്ഞിരിക്കുമ്പോഴത്തേനും ആ കേളിങ് ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് മുടി ചുറ്റി കഴിയുമ്പോഴത്തേനും നല്ല അടിപൊളി ചുരുണ്ടായിട്ടിരിക്കും. ഇപ്പോൾ കുറച്ചൊരു ചുരുളിമയൊക്കെ ഉണ്ട്. ഇനി ഒന്നുകൂടെയും ആ സംഭവം എല്ലാം കൂടെ അപ്ലൈ ചെയ്ത് എൻ്റെ മുടി ചുരുട്ടാനായിട്ട് എനിക്ക് വയ്യ. അപ്പോൾ എനിക്ക് മുടി ചുരുട്ടാൻ പറ്റും, എൻ്റെ മുടി ചുരുളുന്ന ടൈപ്പാണെന്നുള്ളത് ഈയിടെയാണ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചത്. അപ്പം ഞാൻ ഇപ്പോൾ ഒരു 2 തവണ ഇതിങ്ങനെ ചുരുട്ടി കേൾ ചെയ്തു. കേളി ക്രീം അപ്ലൈ ചെയ്തിട്ടാണ്. പക്ഷെ അതൊരു കണ്ടിന്യൂസ് ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഐ എം കൺസേൺഡ് അബൌട്ട് മൈ ഹെയറിൻ്റെ ഹെൽത്തിലൊക്കെ എനിക്ക് കൺസേൺ ഉണ്ട്. കാരണം നമ്മൾ അതും ഇതൊക്കെ വാരി തേച്ച് ഉള്ള മുടിയും കൂടെ കളയണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും DIY നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കേളിങ് ക്രീം ഉണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഞാൻ. അപ്പം ഞാൻ ഒരു സംഭവം എനിക്ക് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നല്ലതാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞ പോലെ നമ്മൾ YMCA പോവാണ്. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്ന് എപ്പോഴും ഇങ്ങനെ മോയിസ്റ്റായിട്ട് ഇരിക്കുന്നതാണ് ഇഷ്ടം, ഡ്രൈ സ്കിന്നെക്കാളിലും. സോ കുറച്ച് മോയ്സ്ചറൈസറും സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് നേരെ YMCAയിലോട്ട് പോവാം. അത് കഴിഞ്ഞിട്ട് ഇന്ന് എനിക്ക് ഇപ്പോൾ ബിരിയാണി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചിക്കനും ബാക്കി കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് മല്ലിയിലയില്ല, പുതിനയിലയില്ല. അത് രണ്ടും നമുക്ക് ഇന്നലെ കിട്ടിയില്ല. അപ്പോൾ അത് മേടിക്കാനായിട്ട് എനിക്കും കുച്ചുവിനും പോകണം. അപ്പം YMCA ഇറങ്ങിയിട്ട് അവിടെ പോകണം. എന്നിട്ട് പിന്നെ എനിക്കും കുച്ചുവിനും കൂടെ ഒരുമിച്ച് ചെയ്യാനുള്ള ഇഷ്ടമുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ബോത്ത് ലൈക്ക് ഷോപ്പിംഗ്. ഭയങ്കര വലിയ ഷോപ്പിംഗ് ഒന്നും അല്ല കേട്ടോ. ഇങ്ങനെ ഇവിടുത്തെ കുഞ്ഞു കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കുഞ്ഞു ടോയ്സ് ഒക്കെ മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെയും നമ്മൾ പോവും. പിന്നെ ഞാൻ ഓർത്തു, എന്തുകൊണ്ട് എനിക്കും കൂടെ ഒരു ഗിഫ്റ്റ് ആയിക്കൂടാ. ഞാനൊരു അമ്മയായി ഇതിൻ്റെ ഒരു ആഘോഷം കൂടിയാണല്ലോ ഇത്. അവൻ്റെ ബർത്ത്ഡേ ആണ്, അതിൻ്റെ ഒപ്പം തന്നെ എന്നിലെ അമ്മയുടെ ഒരു ബർത്ത്ഡേയും കൂടാണ്. അപ്പം ഞാൻ എനിക്കായിട്ടൊരു ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് കുറേ വർഷങ്ങളായെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല, കുറച്ച് മാസങ്ങളൊക്കെ ആയി കേട്ടോ. എനിക്കായിട്ട് അങ്ങനെ ഇപ്പം പണ്ടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഓരോന്നൊക്കെ എന്നെ ട്രീറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. ഇപ്പം അതൊന്നും ഇല്ല.
അപ്പോൾ ഞാൻ അത് ഇന്ന് എന്തെങ്കിലും ചെയ്യാം. ഒന്നും വലിയ ഒന്നുമല്ല. എനിക്ക് നിങ്ങൾ എൻ്റെ മുന്നത്തെ ഷോർട്ട് വീഡിയോസും ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രഷ് ഫ്ലവേഴ്സ്. എനിക്ക് ഭയങ്കര ജീവനാണ്. അപ്പോൾ ഞാൻ ഓർത്ത് കുറേ നാളായി, ഞാനിപ്പോൾ ഇങ്ങനെ കുറേ മാസങ്ങളായി ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓർത്ത് ഒരു ബഞ്ച് ഓഫ് റോസസോ അങ്ങനെ എന്തെങ്കിലും ഫ്രഷ് ഫ്ലവേഴ്സിൻ്റെ ഒരു ബഞ്ച് മേടിക്കാം. എനിക്ക് എന്നെ തന്നെ സന്തോഷം എനിക്ക് കൊടുക്കാനായിട്ട്. അതാണ് ഞാൻ അത് എനിക്ക് അങ്ങനെ ഒരു ഐഡിയ തന്നെ ആക്ച്വലി കുച്ചുവാണ് കേട്ടോ. കുച്ചു എന്നോട് പറഞ്ഞു, അമ്മ വൈ ഡോണ്ട് യു ഗെറ്റ് എ ഗിഫ്റ്റ് ടുഡേ? അമ്മയ്ക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടത്, എന്ത് ടോയോ വേണ്ടത് എന്നൊക്കെ അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ടോയ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഐ ഷുഡ് ഗെറ്റ് എ ഗിഫ്റ്റ്. അവൻ പറഞ്ഞാൽ ശരിയാണല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കൂടെ മേടിക്കാൻ പോവാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് പോയാലോ, YMCAയിലോട്ട് പോവാം. ബാക്കി കാഴ്ചകൾ വഴിയെ കാണാം. ഐ ഡോണ്ട് നോ, ഇന്ന് നല്ല മഴക്കാറുള്ള ദിവസമല്ല കുച്ചു. മഴയാണോ കുച്ചുവിന്റെ ബർത്ത്ഡേ ആയിട്ട്? ഈ കമ്മല് ഞാൻ ഓർത്ത് കാണാതെ പോയോ. ബട്ട് ഇത് വേറൊരു സൈഡിലോട്ട് കിടന്നപ്പോൾ അമ്മ ഓർത്ത് അത് പോയെന്ന്. അപ്പം നമ്മളിവിടെ YMCAയിൽ വന്നു. 1 മണിക്കൂർ നമ്മൾ YMCAയിലാണ് പരിപാടി. YMCAയിൽ നമ്മൾ ജിമ്മിൽ എക്സസൈസ് ചെയ്യും. അത് ഗൈസ്, അപ്പൊ നമ്മള് വേർത്ത് കുളിച്ചു, നല്ല ചൂട്. ഓക്കെ ലെറ്റസ്. നമ്മളിനി അടുത്ത ഷോപ്പിംഗ് പരിപാടിക്ക് വേണ്ടി പോവാണ്. കുച്ചുവിന്റെ അവിടെ നിന്ന് കളിക്കുന്ന ഒരു സാധനം കിട്ടിയല്ലേ, സ്ക്വിഷി. നല്ല ചൂടാണ് കേട്ടോ. എന്താ വേണ്ട? $20 ടോയ്സോ? ഞാനും കുച്ചും കൂടെ കുച്ചുവിന് എന്തെങ്കിലും ടോയ് മേടിക്കാനായിട്ട് നമ്മൾ വന്നേനെ. ഓൾറെഡി അവന് ആമസോണിൽ അവന് ഇഷ്ടപ്പെട്ട ഒരു ഫിഷിംഗ് റോഡ്, നമ്മളെ മീൻ പിടിക്കുന്ന ചൂണ്ട ഉണ്ടല്ലോ, അതവൻ മേടിച്ചിട്ടുണ്ട്. പക്ഷെ എൻ്റെ വക എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റും കൂടെ അവന് മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ച് നമ്മളിവിടെ വന്നേക്കുവാണ്. ഗിഫ്റ്റ് കാണിച്ചടാ. എന്ത് ഗിഫ്റ്റ് ചെയ്ത്? ഇതെന്ത് സാധനം കുച്ചു? മാസ്കോ? It's only $11. അപ്പോൾ ഇതോടുകൂടി കുച്ചുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. വാട്ട്സ് ദാറ്റ്? ഇത് വെറുതെ സൗണ്ട് കേൾക്കുന്നതല്ലേ കുച്ചു? You can also put it on your head. And you can lift it up. Okay, let's go. ഓർക്കുന്നുണ്ടോ കുച്ചു ഇവിടെ കാർ ഇട്ടേന്ന്? അമ്മയ്ക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല. You don't know where the car is? No. That's our car. It's right there. നമ്മുടെ കാർ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നു. ഇറങ്ങു കുച്ചു. വാ. ഇനി നമ്മൾ ആസി പ്ലാസയിൽ വന്നതാണ്. നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു, പുതിനയിലയും മല്ലിയിലയും മേടിക്കണമെന്ന്. അത് 2 സാധനം ഇവിടെ കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല. മല്ലിയില എന്തായാലും കിട്ടും. പുതിനയിലയുടെ കാര്യത്തിൽ ചെറിയൊരു സംശയമുണ്ട്. ബട്ട് വി വിൽ ട്രൈ അവർ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പുതിനയില കൃഷിയൊക്കെ ചെയ്ത് ഉണ്ടാക്കുന്ന പോലെയാണ്. എനിവേ കുച്ചു ഇറങ്ങി വേടാ, ഇറങ്ങി വാ പൊന്നു. കുച്ചു പുതിയതായിട്ട് മേടിച്ച ചോയ്സുമായിട്ടുള്ള മൽപ്പിടുത്തം അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാണ് വരുന്ന. അത് തന്നെ വാ തുറക്കുവാടാ. ഹൗ ഇറ്റ് ഓപ്പൺ? തന്നെ വാ തുറക്കുക. നീ വലിക്കണോ? ഓ അവിടെ വലിക്കണ. ഞാൻ എക്സ്പെക്ട് ചെയ്യാത്ത പുതിനയില ഇവിടെ ഉണ്ട്, പക്ഷെ മല്ലിയില ഇല്ല. ഇനിയിപ്പോൾ അത് മേടിക്കാൻ വേറെ കടയിൽ പോകേണ്ടി വരും തോന്നുന്നു. മല്ലിയില സിലാൻഡ്രോ എന്ന് എഴുതിയ കണ്ടോ കുച്ചു? സിലാൻഡ്രോ ലീവ്സ്? നോ, നോട്ട് ദാറ്റ് വൺ. ഓ വാട്ട്സ് ദിസ്? Yeah, it's there. Cilantro. 3 for $2. 3 ബഞ്ച് എടുത്തോ. ചക്ക എൻ്റെ ഒരു വീക്ക്നെസ് ആണ് ഗൈസ്. ഇവിടെ ചക്ക ഇരിപ്പുണ്ട്. ജാക്ക് ഫ്രൂട്ട് ഈസ് ചക്ക കുച്ചു. ലൈക്ക് $10 ആണ്. മേടിക്കണോ? കൺഫ്യൂസ്ഡ്. ഇതിന് എത്രയാ? $11. ഇത് പക്ഷെ പച്ചയാണോ പഴുത്തയാണോ? ഇത് നമുക്ക് ചക്കപ്പുഴുക്ക് ഉണ്ടാക്കായിരുന്നു അല്ലേ? കൊച്ചു നിന്റെ ടോയ്സ് കഴിഞ്ഞു കേട്ടാ. അപ്പം എന്താന്ന് വെച്ചാൽ എനിക്ക് ചക്കപ്പുഴുക്ക് കഴിക്കാനായിട്ട് കൊതിയായിട്ട് പോയായിരുന്നു. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച് ഒരു ചക്ക അങ്ങ് എടുത്തു. അത് പക്ഷെ പഴുത്തയാണോ? അത്ര പഴുത്തയല്ലെന്ന് തോന്നുന്നു, കുറച്ചൊന്ന് വിളഞ്ഞതാണ്. എന്ന് വെച്ചാൽ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ലേ, പറ്റണമല്ലോ. അപ്പം ഞാൻ അതെടുത്തു. വീട്ടിൽ പോർക്കിരിപ്പുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 2 ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ പോവാണ്. ബർത്ത്ഡേ ആയതുകൊണ്ട് 1 എടുത്തു.
2 വേണ്ട, 1 മതി, only 1. Please, Amma. ഒരെണ്ണം മതി. Please, 2. It's only because it's your birthday, okay? Sorry. കുച്ചു അമ്മയുടെ പോക്കറ്റിൽ നിന്ന് കീ എടുക്കണം. Can you take? എൻ്റെ കയ്യിൽ ചക്കയാണ് ഗൈസ്. നമ്മൾ അവിടുന്ന് ദുബായ് ചോക്ലേറ്റ് മേടിച്ചു. ദുബായ് മിൽക്ക് ചോക്ലേറ്റ് അല്ലേ? Yeah, look. It's good. അമ്മയ്ക്ക് ചെയ്തതാ. അമ്മയുടെ No, you're a sugar tad. Remember? പ്ലീസ്. No, you're a sugar tad. കൊച്ചുവിനത് ബ്രേക്ക് ചെയ്യുന്ന കൂൾ. താമയ്ക്കതാ ഇച്ചിരി. No, it's a sugar tad. No sugar tad. പ്ലീസ് അമ്മു. One. ആ Okay, I'll eat you taste of that. ഗുഡ്. No for you. ഇനി നമ്മൾ കൊച്ചുവിനുള്ള ബലൂൺ മേടിക്കാൻ പോവാണ്. എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ കാണുന്നുണ്ടെങ്കിൽ ഈ മിററിൽ കൂടെ നോക്കിയാൽ മതി. എവിടെയാ കൊച്ചു ബലൂൺസ് ഇരിക്കുന്ന സ്ഥലം? You don't know, they're right. എവിടെയാ? Can one of the guns? ഒന്ന് പൊക്കെ The കൊച്ചു. shoe. എല്ലാ കടയിൽ നിന്ന് ഓരോ സാധനം മേടിച്ചുകൊണ്ട് നടക്കുക. ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് അമ്മയൊന്നും മിണ്ടുന്നില്ല. വന്ന് ബലൂൺ എടുക്കുന്നേ. വർഷത്തെ ഒരിക്കലേ നമ്മൾ ബലൂൺ മേടിക്കുന്നു. അവിടെ അല്ല, അത് ഗാർഡൻ്റെ ഐറ്റംസ് ആവശ്യം. ബലൂൺസ്. They're usually here. ഡു യു വാണ്ട് സം മറ്റേ തൊപ്പി വേണോ? ബർത്ത്ഡേ ഹാറ്റ്. ഡു യു വാണ്ട് സം സ്മോൾ ഡെക്കറേഷൻസ്? Yeah. ഓക്കെ, അപ്പോൾ എന്തൊക്കെ എടുത്തു കുച്ചു നമ്മൾ? മൂൺ വാക്ക് ഹാറ്റ്, ബർത്ത്ഡേ ഹാറ്റ് എടുത്തു. പിന്നെ അപ്പോൾ നമ്മൾ കുച്ചുവിന് ഈ ഒരു ക്യാൻഡിൽ മേടിച്ചു. പിന്നെ ഈ ഒരു ക്യാൻഡിൽ മേടിച്ചു. On top of your head. തൊപ്പി മേടിച്ചു. ഇത് ബലൂൺ വീർപ്പിക്കാനുള്ള സാധനം. Michael Jackson hat. മൈക്കിൾ ജാക്സൺ ഹാറ്റ്. ഗ്രീൻ ആൻഡ് ബ്ലാക്ക് ബലൂൺ നമുക്ക് കിട്ടിയില്ല. പകരം നമ്മൾ വൈറ്റ് ആൻഡ് റെഡ് ബലൂൺ എടുത്തു. അപ്പോൾ ഇത്രയും പോരെ, ഇനി എന്താ വേണം? ഹാപ്പി ബർത്ത്ഡേ ടു യു കുച്ചു. വാ. യാ, അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. I'll tell you our address. Florida. We live in Florida right now. ഓക്കെ, അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നതൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി ഞാൻ വീട്ടിൽ പോയിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണി കഴിക്കുന്ന ഷോട്ടുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. സോ ടിൽ ദെൻ യുവർ എൻ്റെ ശല്യത്തിൽ നിന്ന് കുറച്ച് നിങ്ങൾക്ക് മോചനം. ഓക്കെ, ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞു. ഇനിയിപ്പോൾ അത് ദം ചെയ്യാൻ പോവാണ്. ഞാൻ അവിടുത്തെ ദമ്മിങ് പരിപാടി നിങ്ങളെ കൂടെ കാണിക്കാമെന്ന്. സോ കാണിച്ചു തരാം. അപ്പോൾ റൈസ്, ചിക്കൻ, കാഷ്യൂ ആൻഡ് അത്, പിന്നെ നമ്മുടെ സബോള ഫ്രൈ ചെയ്ത്, ഇത്ര സാധനമാണുള്ളത്. അപ്പോൾ കൊച്ചുവിന് പൊതുവേ എന്താണല്ലോ കുറച്ച് മസാല കുറഞ്ഞ ബിരിയാണിയാണ് ഇഷ്ടം. അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ അത് കാരണം ഞാൻ മസാല കുറഞ്ഞിട്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് ദം ചെയ്യാം. ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് കേട്ടോ. കൊച്ചുവിന് വിശപ്പായിട്ടുണ്ട്. ഞാൻ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ ബിരിയാണി ഉണ്ടാക്കിയില്ല. 2 കാരണങ്ങളാണുള്ളത്. അരി അത്ര ഇല്ലായിരുന്നു. വളരെ കുറച്ച് എന്താ പറയുന്ന നമ്മുടെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? വളരെ കുറച്ച് ബസ്മതി റൈസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരു 3 പേർക്ക് 2 നേരം കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. സാധാരണ നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കുമ്പം അടുത്ത ദിവസവും ഒക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര ലാവിഷായിട്ട് കഴിക്കാറുണ്ട്. ഇന്നിപ്പോൾ അത്രയ്ക്കുള്ളയില്ല, പക്ഷേ എങ്കിലും നമുക്ക് 2 നേരം നമുക്ക് 3 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ള ബിരിയാണി ഉണ്ട്. സോ പിന്നെ എൻ്റെ ഈ ചിക്കൻ കറിക്കകത്ത് ഞാൻ ഓൾറെഡി മല്ലിയിലയും പുതിനയിലയും എല്ലാം കൂടെ അരച്ച് ചേർത്തിട്ടുണ്ടാക്കിയ ചിക്കൻ കറിയാണ്. അപ്പം ഞാൻ സെപ്പറേറ്റ് ഇനി ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും പുതിനയിലയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾറെഡി നല്ല ഫ്ലേവർ ഉണ്ട് അതിൻ്റെ. അപ്പം ഞാൻ ചിക്കൻ ആഡ് ചെയ്യുകയാണ്. ചിക്കൻ എനിക്ക് തോന്നുന്നു ചിക്കൻ ശരിക്കും കുറച്ചധികം കറിയുണ്ട്. അപ്പം ചിക്കൻ കറിയായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് കൊതി വരുന്നു, വായിൽ നല്ല വെള്ളമൊക്കെ വന്നു തുടങ്ങി. നിങ്ങൾക്ക് വെള്ളം വരുന്നുണ്ടോ? ഐ ആം ദ സോറി. സത്യം പറഞ്ഞാൽ ബിരിയാണി ഈസ് സംതിങ് വെരി ഈസി ടു മേക്ക് അല്ലേ? പണ്ടൊക്കെ അല്ലായിരുന്നു നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഇതാക്കുന്നത്. പക്ഷെ ബിരിയാണി ഒരു ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ പണ്ടൊക്കെ ഞാൻ ചെയ്യുമ്പം എൻ്റെ റൈസിൻ്റെ വേവൊന്നും അത്ര ശരിയാവത്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള റൈസൊക്കെ കിട്ടുമല്ലോ. അപ്പം അങ്ങനെ വെന്ത് പോകത്തൊന്നുമില്ല. നല്ല കറക്റ്റ് വേവിൽ സംഭവം നമുക്ക് റെഡി ആയിട്ട് കിട്ടും. ഫൈനലി ലെറ്റ് us garnish with cashew ആൻഡ് എൻ്റെ കയ്യിലുള്ള മുന്തിരി ഉണ്ടല്ലോ, ഇത് കറക്റ്റ് നമ്മുടെ കിസ്മിസ് മുന്തിരി അല്ല, പക്ഷെ എനിക്കിഷ്ടമായി മുന്തിരി. നമ്മുടെ ഫ്രൈഡ് ഓണിയൻസ് ഇത് പോയിട്ട് ദം ചെയ്തിട്ട് വരാം. ദം ചെയ്തു, നമുക്കിത് വിളമ്പാം.
അപ്പം ഞാൻ കൊച്ചു മാത്രമേ ഉള്ളൂ. ബിബിനെ ഞാൻ വിളിച്ചു നോക്കി. ബിബിൻ വരാനായിട്ട് ലേറ്റ് ആവും, നമ്മളോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞങ്ങൾ കഴിക്കാൻ പോവാണ്. ബിരിയാണി കണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബിരിയാണി. കുച്ചു വായോ, ബിരിയാണി റെഡി. വാ കുച്ചു, അമ്മയ്ക്ക് വിശക്കോ കേട്ടോ, അമ്മ കഴിക്കുമല്ലെങ്കിൽ. It's a yellow watermelon from Costco. I'm gonna taste it and check what it tastes like. I'll check if it tastes normal or it's a different color taste. What taste it has? Red watermelon ആയിട്ട് എന്താ വ്യത്യാസം? Watermelon, but this is same thing. നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് യെല്ലോ വാട്ടർ മെലോണാന്ന് കണ്ടത്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളോട് പറയാം എങ്ങനെ ഉണ്ടെന്ന്. കുച്ചു എന്തൊക്കെ പറഞ്ഞു. ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ, ഒരു ടേസ്റ്റും ഇല്ലെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റും ഇല്ല. ഇപ്പം നമ്മുടെ റെഡ് വാട്ടർ മെലോൺ ആണെങ്കിൽ എനിക്കത് ആ റെഡ് കളറിലാണെന്നു മധുരമൊക്കെ ഇരിക്കുന്നത്. ഇതിന് ഒരു മധുരവും ഇല്ല, വെറുതെ ഒരു വെള്ളച്ചോള. ആക്ച്വലി നമുക്കിത് യെല്ലോ വാട്ടർ മെലോൺ ആണെന്ന് അറിയത്തില്ലായിരുന്നു. ബട്ട് എനിവേ മേടിച്ച് സ്ഥിതിക്ക് കഴിക്കാം. എനിക്ക് എല്ലാ ഫ്രൂട്ട്സൊന്നും കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. പൊതുവെ എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമല്ല. പിന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെയാണ് എനിക്കിഷ്ടം. വാട്ടർ മെലോൺ, പൈനാപ്പിൾ, മാംഗോ, പപ്പായ, ബനാന, പഴം, ഇത്രയും ഫ്രൂട്ട്സേ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളൂ. ഇവിടുത്തെ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ബിരിയാണി കഴിച്ചോ? ടേസ്റ്റ് ചെയ്തോ? എങ്ങനെയുണ്ട്? ബൈ ബൈ. അപ്പം ബിബി വന്നു. ബിബിയും കൊച്ചിനെ YMCA കൊണ്ടുപോയി. സ്വിമ്മിങ് ഉണ്ടാവിന് 1 മണിക്കൂർ. അപ്പോൾ ഈ 1 മണിക്കൂർ സമയത്തിന് ഞാൻ ഇവിടുത്തെ നമ്മൾ മേടിച്ച കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ബലൂൺ സെറ്റ് ചെയ്യുക, ബലൂൺ വീർപ്പിക്കുക. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ബലൂൺ വീർപ്പിക്കാറുണ്ട്. പിന്നെ ഞാൻ വരുമ്പോഴത്തേനും കുറിച്ച് ഓൾറെഡി കേക്കിനകത്ത് മറ്റേ ക്യാൻഡിലൊക്കെ വെച്ച് ഫിക്സ് ചെയ്ത് കേക്ക് എടുത്ത് പിന്നെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇങ്ങനെ കേക്ക് ഫ്രിഡ്ജ് വെച്ചാൽ ഇപ്പം ക്യാൻഡിൽ കത്തുവോ? അവനെന്തോ ഭയങ്കര വേറെ എന്തോ സയൻസൊക്കെ പറയുന്നതായിട്ട് എനിക്കറിയത്തില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേ, അപ്പം നമുക്കിനി ബലൂൺ വീർപ്പിക്കുന്ന കലാപരിപാടിയിലോട്ട് കിടക്കാം. അതിനുവേണ്ടി കട്ടൻ ചായ, നിങ്ങൾക്ക് വേണം കട്ടൻ ചായ? എനിക്ക് നല്ലപോലെ ഒരു കട്ടൻ ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. സോ നമ്മളിന്ന് മേടിച്ച പുതിനയിലുണ്ടല്ലോ, പുതിനയിലേക്ക് ഇട്ടിട്ട് ഒരു ജിഞ്ചർ മിൻറ്റ് ലെമൺ ടീ ആക്കിയാലോ? എന്തെങ്കിലുണ്ട്? ജിഞ്ചർ മിൻറ്റ് ലെമൺ ടീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പുതിനയിലയുടെ തണ്ടും കൂടെ അതിലോട്ടിടാം. യെസ്, ഇന്ന് കുച്ചുവിൻ്റെ ബർത്ത്ഡേ അല്ലേ? അപ്പം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അമ്മയ്ക്കല്ല, എന്നിലെ അമ്മയ്ക്കും 8 വയസ്സായ ഒരു ദിവസമാണെന്ന്. അപ്പം അതിനെക്കുറിച്ച് എന്തെങ്കിലും 1-2 വാക്ക് സംസാരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എൻ്റെ ഡെലിവറിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ. നോർമൽ ഡെലിവറി എന്ന് സുഖപ്രസവം എന്നൊക്കെ പേര് മാത്രമല്ലേ ഉള്ളൂ, വലിയ സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ അത്. എനിക്കൊന്ന് പ്രസവത്തെക്കാളിലും കൂടുതലും എനിക്ക് പ്രസവം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 1 മാസം ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും സ്ട്രഗ്ലിങ്. പോസ്റ്റ്നേറ്റൽ ഡിപ്രഷൻ ഒന്നും പറയാൻ പറ്റത്തില്ല, ആ ഒരു ലെവൽ വരെ ഒന്നും പോയില്ല. പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു പടി വരെ എത്തി ഒക്കെ ഞാൻ തിരിച്ചു വന്നിട്ടുണ്ട്. സോ ഇറ്റ് വാസ് നോട്ട് ദാറ്റ് ഈസി ഫോർ മീ ദാറ്റ് ഫസ്റ്റ് 1 month നമ്മളൊരു എന്താ പറയുക മദർഹുഡ് ആ ഒരു ഫേസിലോട്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് 8 വർഷം എല്ലാ പേരൻസിനെയും പോലെ ഒരിക്കലും നമ്മളിങ്ങനെ എല്ലാം ഭയങ്കര ഈസി ആയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പിള്ളേരെ വളർത്തുക എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തെ പിള്ളേരെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ലൈക്ക് അവർക്ക് എല്ലാത്തിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒത്തിരി അറിവും ഒത്തിരി ഇൻഫർമേഷൻസും
ഒക്കെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മളൊക്കെ എന്ന് പറയുമ്പം എൻ്റെ കൊച്ചിലെ ഞാനിപ്പോൾ ആലോചിക്കുക, കൊച്ചിൻ്റെ ഈ പ്രായത്തിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒന്നിനെ കുറിച്ച് ഒരു അഭിപ്രായമില്ല. ഐ വാസ് നോട്ട് അറ്റ് ഓൾ ഒപ്പീനിയേറ്റഡ് ഇൻ എനിത്തിങ്. ഒന്നിനെ കുറിച്ച് ഒന്നും അഭിപ്രായമില്ല. പക്ഷെ അങ്ങനെയല്ല, ഇന്നത്തെ കൊച്ചു മാത്രമല്ല, ഇന്നത്തെ പിള്ളേർക്ക് എല്ലാത്തിനെ കുറിച്ചും അഭിപ്രായമുണ്ട്, എല്ലാത്തിനെ കുറിച്ചും അവർക്ക് അറിയാം. അപ്പൊ അവരെ ഡീൽ ചെയ്യേണ്ട രീതിയൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. യു നോ ദിസ് 8 years വേറൊരു രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഏറ്റവും എനിക്ക് ഒത്തിരി സ്നേഹം കിട്ടിയ, എന്നെ ഒരാൾക്ക് ഇത്രയും സ്നേഹിക്കാൻ, എനിക്ക് കുറച്ച് വികാരത്തെളിപ്പൊക്കെ വരുന്നു. പിള്ളേരെന്ന് പറയുമ്പോഴത്തേനും അവര് ഭയങ്കര ഇന്നസെന്റ് അല്ലേ, അപ്പൊ അവരുടെ ആ സ്നേഹം അവർ ഒത്തിരി എക്സ്പ്രസ് ചെയ്യും. അപ്പൊ കൊച്ചു എന്ന് പറയുമ്പോഴത്തേനും ലൈക്ക് ഹി എക്സ്പ്രസ് എ ലോട്ട് ഓഫ് ഹിസ് ലവ് എന്നോട് ഭയങ്കരമായിട്ട് കാണിക്കും. ലൈക്ക് അമ്മ ഐ ലവ് യു, ഇങ്ങനെ വാക്കുകൊണ്ടാണെങ്കിലും അവന്റെ പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും ലൈക്ക് അവൻ ആ സ്നേഹം കാണിക്കാറുണ്ട്. അപ്പൊ ഈ ഒരു 8 വർഷം അവന്റെ ഒത്തിരി സ്നേഹവും ഒത്തിരിയൊക്കെ എനിക്ക് കിട്ടി. ഐ വാസ് ലക്കി ഇനഫ് ഫോർ ദാറ്റ്. ഇനി എനിക്കറിയാം, ഇനി അങ്ങോട്ട് ഒരു 8 വയസ്സൊക്കെ വരെയൊക്കെ ആയിരിക്കും ഇനി അവരെ ഒരു ആ ഒരു അമ്മ എന്നുള്ള ഒരു ഇതിന് നിൽക്കുന്നത്. കുറച്ച് ഇനിയിപ്പോൾ അങ്ങോട്ടാകുമ്പോൾ അവരുടെ ലൈഫിൽ അവർക്ക് ഫ്രണ്ട്സ് ആവും, പിന്നെ ഈ ലോകം കൂടുതലായിട്ട് അവർ കാണാൻ തുടങ്ങും, അവരുടെ ലൈഫ് കുറേയൊക്കെ മാറും. അപ്പൊ പഴയ ഒരു ഫുൾ ടൈം അമ്മ എന്ന് പറയുന്ന ഒരു ഇത് കാണത്തില്ല. അപ്പൊ ഈ ഒരു 8 വർഷവും ഞാൻ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ അങ്ങനെ ഇന്ന് എൻ്റെ കൊച്ചിന് 8 വയസ്സായി. അപ്പൊ ഇന്ന് 8 വയസ്സ് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, കാരണം കുറച്ച് നാളായിട്ട്, ഒരു മാസമായിട്ട് അവൻ എന്നോട് എപ്പോഴും പറയും ഐ എം 8 years old, ഐ എം 8 years old. അപ്പം നമ്മളിങ്ങനെ YMCയിലൊക്കെ പോകുമ്പോഴത്തേനും അവൻ്റെ പേര് എഴുതിയിട്ട് നമ്മൾ പ്രായം എഴുതണം. അപ്പൊ അവൻ എന്നെ കൊണ്ട് 7 വയസ്സിന് എഴുതാൻ സമ്മതിക്കത്തില്ലായിരുന്നു, 8 വയസ്സിന് എഴുതിപ്പിക്കത്തുള്ളൂ. കുറെ നാളായിട്ട് എൻ്റെ മനസ്സിൽ അവൻ 8 വയസ്സായെന്നുള്ള ഒരു ഭയങ്കര ഇതാണ്. കാരണം ഇന്നാണ് 8 വയസ്സ്, അത് കാരണം അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. എനിവേ 8 years ഈസ് നോട്ട് എന്താ പറയുന്നത്, ഇനി അവൻ തീരെ കുഞ്ഞതാണെന്ന് എനിക്ക്, നമുക്ക് എപ്പോഴും പിള്ളേരെ നമുക്ക് എപ്പോഴും കുഞ്ഞതായിരിക്കും. ബട്ട് 8 years ഇസ് അത്യാവശ്യം ഒരു ചൈൽഡ്ഹുഡ് കഴിഞ്ഞിട്ട്, ചൈൽഡ്ഹുഡ് എന്നല്ല, കുറച്ചൊരു വ്യത്യാസം വരുന്ന ഒരു പ്രായമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദൈവം സഹായിച്ച് എൻ്റെ കൊച്ചുവിന് എല്ലാവിധ സന്തോഷങ്ങളും ഒക്കെ കിട്ടട്ടെ. ഹാപ്പി ബർത്ത്ഡേ കൊച്ചു. എന്നെങ്കിലും നീ ഇത് കാണുമ്പം അമ്മ ലവ്സ് യു ലോട്ട്. അവനപ്പോൾ എല്ലാ ദിവസവും ഒരു 100 തവണയെങ്കിലും അവൻ എന്നോട് ചോദിക്കും, ഡു യു ലവ് മീ അമ്മ, ഡു യു റിയലി ലൈക്ക് മീ, ഹൂ ഇസ് യുവർ ഫേവറേറ്റ് പേഴ്സൺ ഇൻ ദിസ് വേൾഡ് എന്നൊരു എല്ലാ ദിവസവും ഒരു 10 തവണ അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പം ഞാനും തിരിച്ച് അവനെ ചൊറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ചോദിക്കും. അങ്ങനെയൊക്കെ ചോദിച്ചും പറഞ്ഞും ഈ ഒരു 8 വർഷം നമ്മളിങ്ങനെ മുന്നോട്ട് പോയി. അപ്പം ഇനിയിപ്പം നമുക്ക് ഒത്തിരി കത്തി വയ്ക്കുന്നില്ല. ഞാൻ ചായ കുടിച്ചിട്ട് എനിക്ക് ബലൂൺ വീർപ്പിക്കണം. എനിക്കൊരു മണ്ടത്തരം പറ്റി. നമ്മൾ ബലൂണൊക്കെ മേടിച്ചെങ്കിലും ബലൂണൊക്കെ ഹാങ് ചെയ്യാനായിട്ട് എന്തെങ്കിലും സ്ട്രിങ്ങോ ഒന്നും മേടിച്ചില്ല ഞാൻ. അപ്പം ഞാൻ തൽക്കാലം ബലൂൺ ഞാൻ ചെയ്തു വെച്ച അറേഞ്ച്മെൻറ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇതാണ് കൊച്ചുവിൻ്റെ ഇത്തവണത്തെ ബർത്ത്ഡേയുടെ ഡെക്കറേഷൻ. കൊച്ചുവിൻ്റെ കേക്ക് ഇവിടെ ഇരിപ്പുണ്ട്. കുറേ ബലൂൺസ് ഞാനിവിടെ ഇങ്ങനെ നിരത്തി വെച്ചു. ഇവിടെ മുകളിൽ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ബലൂൺ അവൻ മേടിച്ചതുണ്ട്. അപ്പം കൊച്ചു ഇപ്പം ഒരു 1-2 മിനിറ്റിനുള്ളിൽ വരും. 1-2 മിനിറ്റ് ഒന്ന് വരുമായിരിക്കും. അതിന് മുന്നേ ഒത്തിരി നേരം നമ്മൾ കേക്ക് തുറന്ന് വെക്കണം. ഒരു കാര്യം ചെയ്യാം, കേക്കിൻ്റെ കവർ വെച്ചിട്ട് ഞാൻ ഇത് അടച്ചു വെച്ചേക്കാം. അപ്പം വരുമ്പോഴത്തേനും നമുക്കിത് ഇതാക്കിയാൽ മതിയല്ലോ. Happy birthday. Is it my birthday? Okay. The cake. I'm turning 8. Maybe I can have a slice of it. Let's start. Kuchus. Get the light here. കത്തിക്കാത്തവന് ബാക്കി ലൈറ്റൊക്കെ ഒരു തിരി എടുത്തിട്ട് ബാക്കി കത്തിച്ചാൽ മതി. ഒരു തിരി മാത്രമേ പാട്ടെ. ഹാപ്പി ബർത്ത്ഡേ. ഈ എടുത്തില്ല. തന്നെ പോകുന്നല്ലേ പൊന്ന. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു കുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ബലൂണെല്ലാം പോകും. ഓക്കെ, കേക്ക് കട്ടി. ഹാപ്പി ബർത്ത്ഡേ കുട്ടി.
അങ്ങനെ കുച്ചുവിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഏകദേശം കഴിയാറായി. ഇനിയിപ്പം അവസാനമായിട്ട് 2 കാര്യങ്ങൾ കൂടിയുണ്ട്. അവന് ഞാൻ പറഞ്ഞല്ലോ ഡിന്നറിന് അവന് ഇഷ്ടപ്പെട്ട സ്ഥലം സെലക്ട് ചെയ്യാന്നുള്ളത്. അവൻ വീണ്ടും മക്ഡൊണാൾഡ്സിൽ തന്നെ ഉറപ്പിച്ച് നിൽക്കുവാണ്. അപ്പം നമ്മൾ മക്ഡൊണാൾഡ്സിലോട്ട് പോവാണ്. എനിക്കൊന്നും വേണ്ട. ഐ ജസ്റ്റ് ഹേറ്റ് മക്ഡൊണാൾഡ്സ് ഹിയർ. ഉള്ള കാര്യം പറയാമല്ലോ, എനിക്ക് ഇവിടുത്തെ മക്ഡൊണാൾഡ്സ് ബർഗറും ഒന്നും ഇഷ്ടമല്ല. അപ്പോൾ അവൻ എന്തോ സാധനം എന്ന് വെച്ചാൽ അവൻ മേടിക്കട്ടെ, അവൻ്റെ ബർത്ത്ഡേ അല്ലേ, അപ്പോൾ എനിക്കൊന്നും പറയാനില്ല. അപ്പോൾ അവൻ അവിടെ പോയിട്ട് അവൻ ഇഷ്ടമുള്ള സാധനം മേടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ഗിഫ്റ്റ്, എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം. അത് നമ്മൾ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബിബിനോട് പറഞ്ഞു എനിക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് വേണം. അപ്പം അത് കിട്ടുന്ന എവിടെയെങ്കിലും കൂടെ നമ്മൾ പോയിട്ട് ഫ്രഷ് ഫ്ലവേഴ്സ് മേടിക്കും. 2 ആൾക്കാരും വരാനായിട്ട് കുറേ സമയം എടുക്കുന്നുണ്ട്. ഞാനിവിടെ ഇങ്ങനെ കാറിലിരിക്കുകയാണ്. കുച്ചി സോ എക്സൈറ്റഡ്. കുച്ചുവിന് എന്തായാലും ഇത്തവണത്തെ ബർത്ത്ഡേ നല്ലപോലെ ഇഷ്ടപ്പെട്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ ഓർഡർ ചെയ്യുന്നു? ഇനി കപ്പാണോ മേടിക്കുന്നത്? കുച്ചു അവിടെ ബാക്കിൽ കാണുന്ന മക്ഡൊണാൾഡ്സിൽ നിന്ന് അവൻ്റെ ഗിഫ്റ്റ് മേടിക്കും. ഞാൻ ഇവിടെ ബേസ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അപ്പോൾ അവിടെ നമ്മുടെ ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് അങ്ങോട്ടും കൂടെ പോകാം. അപ്പോൾ ആദ്യം നമുക്ക് മക്ഡൊണാൾഡ്സിൽ പോകാം. ഞാൻ നിങ്ങളെ ബേസ് കാണിച്ചു. ഇതാണ് നമ്മുടെ സംഭവം. ഇവിടെ നമുക്ക് ഫ്രഷ് ഫ്ലവേഴ്സ് കിട്ടും. ഇന്ന് അവന് മറ്റേ നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ആൾക്കാരുടെ പടമുള്ള കപ്പുണ്ടല്ലോ, അത് മേടിക്കണമെന്നാണ് പറയുന്നത്. വേൾഡ് കപ്പും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇന്ന് അവൻ്റെ ബർത്ത്ഡേ അല്ലേ, ആ മേടിക്കട്ടെ. ഇന്ന് അവനങ്ങ് ആഘോഷിക്കട്ടെ. പക്ഷെ ഇപ്പം എൻ്റെ മുടി കുഴപ്പമില്ലല്ലേ, കൊള്ളാം. ഇവിടെ ഇങ്ങനെ പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് ഈ മക്ഡൊണാൾഡ്സിൽ. എല്ലാ മക്ഡൊണാൾഡ്സും ഇല്ല കേട്ടോ, ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പുതിയ ആളാ വെച്ചു. ആരാ? നീ ഇപ്പഴേ ബിരിയാണി കഴിച്ചു, ഇതെല്ലാം കൂടെ കഴിക്കാൻ പറ്റുമോ? കഴിക്കു പെട്ടെന്ന് എന്താന്ന് വെച്ചാ. അപ്പം കുച്ചു അവിടെ ഇരുന്ന് കഴിക്കുവാണ്. കുച്ചും ബിബിനും കൂടെ അവിടെ നല്ല സന്തോഷത്തിൽ ഇരുന്ന് കഴിക്കുവാണ്. എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. എന്താണെന്ന് അറിയില്ല, അവർ ഭയങ്കര തണുപ്പാക്കി വെച്ചേക്കുന്നത്. എനിക്ക് കാലുവേനയൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ബേസിൽ പോയിട്ട് എൻ്റെ ഫ്രഷ് ഫ്ലവേഴ്സ് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാനങ്ങ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ബേസിനകത്ത് കയറിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു, പോയിട്ടില്ല. ഞാൻ എപ്പോഴും ഫ്രഷ് ഫ്ലവേഴ്സ് മേടിച്ചുകൊണ്ടിരുന്ന പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞൊരു ഇവിടെ ഒരു സ്ഥലമുണ്ട്, കടയുണ്ട്, അവിടെ നിന്നാണ് മേടിച്ചുകൊണ്ടിരുന്നത്. അത് അടച്ചുപോയി. അത് 4 മണി വരെ ഉള്ളു. ഇപ്പോൾ ഇവിടെ സമയം 8 മണിയായി. ഇപ്പം സമയം 8 മണിയായെങ്കിലും കണ്ടില്ലേ, അത്യാവശ്യം സൺലൈറ്റ് ഉണ്ട്. നല്ല മഴക്കാറൊക്കെ ഉണ്ട്, എങ്കിലും സൺലൈറ്റിന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഫ്രഷ് നമ്മുടെ ചെടികളൊക്കെ ഇരിപ്പുണ്ട്. ഫ്ലവേഴ്സ് ഇല്ല എന്തോ. അടിപൊളി. ഇവിടെ കുറേ ഫ്രഷ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പിക്ക് ചെയ്യാൻ പോവാണ്. ഈ മെറൂണും ഈ വൈറ്റ് ഫ്ലവേഴ്സും ഇത് രണ്ടും കൂടെ പിക്ക് ചെയ്താലോ. അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ച വൈറ്റ് ആൻഡ് ദിസ് കളർ ഫ്രഷ് ഫ്ലവേഴ്സ്. അപ്പോൾ ഇതോടുകൂടി കുച്ചുവിൻ്റെ ബർത്ത്ഡേ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുച്ചുവിൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. കുച്ചുവിനെയും കൂടെ ചേർത്ത് നിർത്തി എന്തെങ്കിലുമൊക്കെ അവനെ കൊണ്ട് പറയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അവന് അത്ര കംഫർട്ടബിൾ അല്ലെന്ന് തോന്നുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു അവനെ വലിച്ച് കൊണ്ടുവരുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊക്കെ ഈ വ്ളോഗ് എൻജോയ് ചെയ്തു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇത് പറയാൻ എനിക്ക് ഭയങ്കര ചമ്മലാണ്, ഞാൻ സാധാരണ അത് പറയാറില്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് അത് പറയാം എന്ന് ഞാനിപ്പം വിചാരിക്കുന്നു. എനിവേ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.